ഇന്ന് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു രാഹുലിനുണ്ടെങ്കിൽ ഇന്ന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയുള്ളത്. പലരും പറഞ്ഞത് ഇതേ കണക്കുണ്ടെങ്കിൽ കിട്ടും, ചിലർ പറഞ്ഞു ഇതേ കണക്ക് കിട്ടില്ലെന്നുള്ള രീതിയിലായിരുന്നു. ഒടുവിലുണ്ടെങ്കിൽ അതങ്ങനെ വിധിയും വന്നിരിക്കുകയാണ്. രാഹുലിനുണ്ടെങ്കിൽ ജാമ്യം കിട്ടിയില്ല. ഇതേ കണക്കുണ്ടെങ്കിൽ വെളിയിൽ പോയ ഇതേ കണക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് സാധൂകരിക്കാനോ അല്ലെങ്കിൽ ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഇതേ കണക്ക് രാഹുലിനെ ഉണ്ടെങ്കിൽ വെളിയിൽ വിട്ടിട്ടില്ലായിരുന്നു. ആദ്യമേ 2 കേസിനും ഇതേ കണക്ക് അപേക്ഷ ചോദിച്ചപ്പോഴത്തേക്ക് ഇതേ കണക്ക് ജാമ്യം കിട്ടിയിരുന്നു. ഇത് മൂന്നാമത്തതും അതേ കണക്കാവുമെന്ന് ഒരുപാട് പേര് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല. ഈ വട്ടം ജയിലിലോട്ട് തന്നെയാണ് പോകേണ്ടി വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ വട്ടം ഒരുപാട് കുറച്ച് കാര്യം കൂടെ വെളിയിൽ വന്നിരിക്കുകയാണ്. ഇതേ കണക്കൊണ്ട് ഈ രാഹുലാണ് എല്ലാം ചെയ്തതെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. സോ എല്ലാത്തിനും രാഹുലിൻ്റെ കയ്യിലെ പ്രശ്നമാണ് അധികം. അത് കാരണം ഇതേ കണക്ക് ഇനിയും വെളിയിൽ പോയി കഴിഞ്ഞാൽ തെളിവ് നശിപ്പിക്കുന്നത്, അതോടെ തന്നെ അതിജീവിതത്തെ പേടിപ്പിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതേ കണക്ക് ഈ വട്ടം ജാമ്യം കിട്ടാതിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റ് ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. എന്തായിരുന്നാലും ബാക്കിയുള്ള അപ്ഡേറ്റുകൾ ഈ ചാനലിൽ തന്നെ ഞാൻ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്തേക്കുക.